ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജനറൽ നേഴ്സിങ്ങിൻ്റെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് ആരോഗ്യവകുപ്പിന് കീഴിൽ DME അണ്ടറിലാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2024-25 വിദ്യാഭ്യാസ ഇതിൽ നമുക്ക് ജനറൽ നേഴ്സിംഗ് നമുക്ക് SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വെറും 5000 രൂപ ഫീസിൽ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് മെഡിക്കൽ കോളേജസിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം ജനറൽ നേഴ്സിംഗ് കേരളത്തിന് പുറത്തും നമുക്ക് പ്രൈവറ്റ് കോളേജസിലേക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് സംശയം ചോദിച്ചതിനെക്കുറിച്ചും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയങ്ങൾക്കും +2 യോഗ്യത ഇന്ത്യൻ നഴ്സിംഗ് അംഗീകാരമുള്ള സ്കൂളിൽ നിന്ന് ANM കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പം പ്രധാനമായിട്ട് അപേക്ഷകർ ഡിസംബർ 31-ന് 17 വയസ്സ് പൂർത്തിയാകുന്നവരും 35 വയസ്സ് കഴിയാത്തവർക്കുമായിരിക്കണം. പിന്നെ ANM കോഴ്സ് പാസ്സായവർക്ക് പ്രായപരിധി ബാധകമല്ല. 5% സീറ്റുകൾ കോഴ്സിന് അനുയോജ്യമായി വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ അപേക്ഷാ ഫോറംസ് എല്ലാം www.dme.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ 25 ആണ്. അപ്പം ഇത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ട് ഈ പ്രത്യേകിച്ച് ഈ കാറ്റഗറി റിസർവേഷൻ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള കുട്ടികൾ, നിങ്ങൾക്ക് പരിചിതമായ കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. കാര്യം വെറും 5000 രൂപ ഫീസേ വരുന്നുള്ളൂ ഒരു വർഷത്തിൽ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി അതിന് അർഹതപ്പെട്ട കുട്ടികൾ ഇത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് സംശയമുള്ളതാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടുന്ന് പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം എടുക്കുക, നിങ്ങളുടെ കാസ്റ്റിനെ പ്രൂവ് ചെയ്യുന്ന അവരുടെ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മേൽവിലാസത്തിൽ നിങ്ങൾക്ക് അയക്കുക. പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പേഴ്സ്. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും റിലേറ്റഡ് ടു ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എൻ്റെ അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യമേ നിർബന്ധിതമായിട്ട് നിങ്ങൾ പ്രോസ്പെക്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ഓഫ് ട്രിവാൻഡ്രം ഇവിടെയാണെങ്കിൽ 30 സീറ്റ് SC കാൻഡിഡേറ്റ് മാത്രമേ ഉള്ളൂ. 1 സീറ്റ് റിസർവ്ഡ് ഫോർ ANM കാൻഡിഡേറ്റ്. ANM ഉണ്ടെങ്കിൽ SC മെറിറ്റ് ഉള്ളത്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടും SC കാൻഡിഡേറ്റിനാണ്. പക്ഷേ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയത്തുള്ളത് ST കാറ്റഗറിയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് കാറ്റഗറി റിസർവേഷൻസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, എത്ര സീറ്റ് റിസർവേഷൻ ബേസ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതെല്ലാം ഇൻസ്ട്രക്ഷൻസ് പ്രോസ്പെക്റ്റിലുണ്ട്. എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് അഡ്മിഷൻസ് കേരളത്തിലെ പോലെ തന്നെ കേരളത്തിന് പുറത്ത് നമുക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്താൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. INC റെഗുലേഷനുള്ള കോളേജിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ കേരള ബോർഡറിനടുത്തിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ജനറൽ നഴ്സിങ്ങിന്. അപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഒത്തിരി പേർക്ക് അഡ്മിഷൻ കിട്ടാത്തതിനൊക്കെ സംശയം വെച്ചിട്ട് പ്രൈവറ്റിൽ തന്നെ ഇപ്പം നിങ്ങൾ നാട്ടിൽ കിട്ടുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് തമിഴ്നാട്ടിലാണ് INC റെഗുലേഷനുള്ള കോളേജസ് ഹോസ്പിറ്റലുള്ള കോളേജസിലേക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അഡ്മിഷൻ എടുക്കണം സംശയമുള്ള കുട്ടികൾ മദേഴ്സ് നഴ്സിംഗ് ഒഫീഷ്യൽ നമ്പർ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ SC ST കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ നിങ്ങൾക്ക് പരിചിതമാണ് ഈ വീഡിയോ അവർ നിശ്ചയമായിട്ട് അവർക്ക് അയച്ചും കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസിലുള്ള മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.